തിരുവനന്തപുരത്ത് മുതലകൾ കടിച്ച് ക്രൂരമായി കൊന്ന ഒരുപാട് മനുഷ്യരുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? അതും നമ്മുടെ നെയ്യാർ ഡാമിൽ സർക്കാർ വളർത്തി വലുതാക്കി തുറന്നുവിട്ടതാണെന്ന് പറഞ്ഞാലോ? വിശ്വസിക്കേണ്ടി വരും നിങ്ങൾക്ക്. വംശനാശ ഭീഷണി നേരിടുന്ന മുഗർ ഇനത്തിൽപ്പെട്ട മുതലകളെ സംരക്ഷിക്കാൻ വേണ്ടി നെയ്യാർ ഡാമിൽ 44 മുതലകളെ കൊണ്ടുവന്നു സർക്കാർ. 1977 സംഭവം. പ്രത്യുൽപാദനത്തിലൂടെ അവയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. 1983 ആയപ്പോഴേക്കും അവയുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി. അതിനെ തുടർന്ന് സാധാരണ ആവാസ വ്യവസ്ഥയിലേക്ക് തുറന്നുവിടാൻ തീരുമാനിച്ചു. അവിടെ മുതൽക്കാണ് മുതലകളുടെ ആക്രമണം തുടങ്ങിയത്. 2001 ജനുവരി കുളിക്കാനിറങ്ങിയ ഒരു അമ്മയെ കടിച്ചു കൊന്ന് വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോയി കൊലപ്പെടുത്തി. അക്രമകാരിയായ മുതലയെ കാരണം ജനങ്ങൾക്ക് പോടി പോലും എടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ജനവികാരത്തെ തുടർന്ന് സർക്കാരിന് മുതലയെ വെടിവെക്കേണ്ടി വന്നു. മുതലകൾ പിന്നെയും ഒരുപാട് മനുഷ്യജീവനുകൾ എടുത്തു. നികുതി അടയ്ക്കുന്ന മനുഷ്യജീവനേക്കാൾ വലുത് മൃഗസംരക്ഷണമാണ് സർക്കാരിന്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പറ്റുമെങ്കിൽ ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.